സാറേ, JP നദ്ദയുടെ കാലാവധി, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്, ഒന്നുകൂടെ നീട്ടി നൽകി. അദ്ദേഹം ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. BJPയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നടപടി ക്രമങ്ങൾ അടുത്ത മാസം ആദ്യം തുടങ്ങുകയാണ്. ഈ വർഷം ഒടുവിൽ BJPയുടെ ദേശീയ അധ്യക്ഷനാകും. ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ അടുത്തത് ആരാകും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായും ആളുകൾക്കുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ ആരുടെയെങ്കിലും പേര്? പ്രത്യേകിച്ച് ആരെയും തോന്നില്ല. പക്ഷേ ഒരാളാവില്ല എന്ന് ഏതാണ്ട് അറിയാം. സ്മൃതി ഇറാനിയാണ്. ഇതിന്റെ ഒപ്പം നിങ്ങൾ വന്നില്ലേ, സ്മൃതി ഇറാനി നമ്മൾ പറഞ്ഞു ആ സാധ്യത കുറവാണ്. കാരണം സ്മൃതി ഇറാനി ഭയങ്കരമായിട്ട് ആളുകൾ വെറുപ്പിച്ചിട്ടുണ്ട്. RSSനെ ഭയങ്കരമായി വെറുപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളും പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്മൃതി ഇറാനി ആവാൻ സാധ്യതയില്ലെന്ന് ആവാൻ സാധ്യത കുറവാണ്. ഇപ്പം മീനാക്ഷി ലേഖിനെ തന്നെ ഉണ്ടല്ലോ. മീനാക്ഷി ലേഖി അന്നത്തെ മീനാക്ഷി ലേഖിയല്ല, അനൂപ് ശർമ്മ അന്നത്തെ ആ പരാമർശത്തിന് ശേഷം അവരെ വലിയ രീതിയിൽ ആ പാർട്ടി കൊണ്ടാടിയിട്ടില്ല. കാരണം അത് ഇന്റർനാഷണലി ഭയങ്കരമായിട്ട് BJPക്കും ഇന്ത്യക്കൊക്കെ ക്ഷീണം വരുത്തിയ സംഭവമായിരുന്നു. അതിന് ഇവിടെ പലരും കൈയടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അത് കാര്യം വേറെ, അതല്ലല്ലോ. ഇതൊരു വലിയ ഗ്ലോബൽ സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് ഇപ്പം വരുന്നില്ല. BJPയുടെ സിസ്റ്റം ഇപ്പം നദ്ദയാവും നിങ്ങൾ ആരും വിചാരിച്ചിരുന്നു? ഇല്ല. അമിത്ഷാ ആവുമെന്ന് മുമ്പ് കരുതിയിരുന്നു. മോഡി വന്നതോടുകൂടി അമിത്ഷാ ആവുമെന്ന് കരുതിയിരുന്നു. നദ്ദയാവുമെന്ന് കരുതിയിരുന്നു. അതുപോലെ തന്നെ ബംഗാളി ലക്ഷ്മൺ ആവുമെന്നോ ആരും കരുതിയിരുന്നു? ഇല്ല. അപ്പം അവരങ്ങനെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരാളെ കൃത്യമായൊരു ക്ലിനിക്കൽ പൊസിഷനോടുകൂടി അവർ കണ്ടെത്തും. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആളായിരിക്കും. ഇനി V മുരളീധരൻ ആവുമെന്ന് അറിയില്ല. കാരണം V മുരളീധരൻ RSSൻ്റെ കേഡറായിരുന്നു. നല്ല സംഘാടകനാണ്, കേന്ദ്രമന്ത്രിയാണ്. ഹിന്ദി നന്നായിട്ട്, ഇംഗ്ലീഷ്, സൗത്ത് ഇന്ത്യയാണ് വന്നില്ല. കേരളം അടുത്ത ഫോക്കൽ പോയിന്റാണ്. എന്തുകൊണ്ട് V മുരളീധരൻ ആയിക്കൂടാ? സാധ്യതയുണ്ട്. അപ്പോൾ ആരാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ മാധുർ എന്ന് വന്നിട്ടുള്ള അവരുടെ നേതാവുണ്ട്, ദേശീയ ഫുൾ നെയിം വിട്ടുപോയി. അദ്ദേഹത്തിന് നല്ല സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇനിയിപ്പം വനിത ആണെങ്കിൽ റാം മാധവാണോ? രാംമാധവല്ല, രാംമാധവ് RSSൻ്റെ സംഘടനാ സെക്രട്ടറി. RSS ഡെപ്യൂട്ടേഷൻ വന്നായിരുന്നു. അദ്ദേഹം ഇപ്പം അത് ഇല്ലാന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. രാംമാധവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ BJPയുടെ തന്നെ ഇങ്ങനെയുള്ള സജീവമായിട്ട് ലൈനായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. നമ്മൾ ദേവേന്ദ്ര ഫഡ്നാവിസിനെ കഴിഞ്ഞാണ് ദേവേന്ദ്ര ഫഡ്നാവിസിനെ ഞാൻ കൂടുതൽ സാധ്യത കൽപ്പിച്ചത്. പക്ഷെ അതിനുശേഷം ചില ആളുകളൊക്കെ എന്നോട് പറയേണ്ടത് ദേവേന്ദ്ര ഫഡ്നാവിസ് സംഘവുമായിട്ട് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഇടയ്ക്ക് ഉണ്ടായി എന്ന് കേട്ടു. അതായത് അദ്ദേഹം, ഞാൻ കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ സ്വന്തം കുട്ടിയായിട്ടാണ്. എന്നെ മഹാരാഷ്ട്ര, ഇവിടെ തന്നെ മഹാരാഷ്ട്ര എന്നുള്ള, പക്ഷേ ഇതിന് ശേഷം ഈ ഗഡ്കരിക്ക് ശേഷം ഏറ്റവും ക്ലോസ് ആയിട്ട് സംഘത്തിൻ്റെ ബന്ധമുള്ള നേതാവ് എന്ന രീതിയിലാണ് കണ്ടത്. പക്ഷേ അങ്ങനെയല്ല. പക്ഷേ ഇനിയിപ്പോൾ അതല്ല, അപ്പോൾ അതൊക്കെ പിന്നെ പാച്ചപ്പ് ചെയ്ത് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നത് അത് പാച്ചപ്പ് ചെയ്ത് അദ്ദേഹം നല്ലൊരു ബെറ്റാണ്. കാരണം വളരെ സൗമ്യനാണ്, വലിയ അധികാരഭ്രാന്തൊന്നുമില്ല. ഇപ്പം തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസിന് ഒഴിഞ്ഞു കൊടുത്തത് കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആരുമാവാം. പക്ഷേ പ്രോബബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള ആളുകളാണ്. അതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തെ സൗത്ത് ഇന്ത്യ ആണെങ്കിൽ മുരളീധരൻ, പിന്നെ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ ആ ഒരു പരിഗണനയാണെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന് സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അതല്ലേ, വനിതകളാരും ആരെങ്കിലും ആവാം. അപ്പോൾ അതിനായിട്ട് അവരുടെ മീനാക്ഷി ലേഖി അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പല മുഖമൊന്നും നമുക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും വരാം. അതൊരു സർപ്രൈസ് ആയിരിക്കും. പക്ഷേ ഇനി വരാൻ പോകുന്ന BJPയുടെ നേതാവിൻ്റെ ഒരു ദേശീയ അധ്യക്ഷൻ്റെ ഒരു ജോലി അത്ര സുഗമമുള്ള ജോലി ആയിരിക്കില്ല. കാരണം കഴിഞ്ഞ തവണയൊക്കെ എന്ന് വെച്ചാൽ മോഡി അമിത്ഷാ ഉണ്ടാക്കി കൊടുത്ത വളരെ സുഖശീതളമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഒന്നും പേടിക്കണ്ടായിരുന്നു. BJP കണ്ടിന്യൂസ് ആയിട്ട് 50 വർഷം ഭരിക്കൂ എന്നൊരു ഫീൽ ഉണ്ടായ സമയമാണ്. ഇനി ആ ഫീല് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പം അത് RSS വേണ്ട ഇത് സഹകരിക്കാത്തതുകൊണ്ട് തോറ്റാന്നൊക്കെ നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും അത് വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ അംഗീകരിക്കാൻ തയ്യാറായി. എന്താ BJPക്കെതിരെ ഭയങ്കര വിരുദ്ധ വികാരം ഉണ്ടായെന്നൊക്കെയാണ്. നമ്മൾ അയാളില്ലേ, എന്താണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ യോഗേന്ദ്ര യാദവ് ഒക്കെ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. യോഗേന്ദ്ര യാദവ് പറഞ്ഞ പോലെ അല്ല. രണ്ട് സ്ഥലങ്ങളിലെ ഈ സീറ്റുകൾ മാറ്റം വന്നു. ഒന്ന് മഹാരാഷ്ട്ര, വേറൊന്ന് ഉത്തർപ്രദേശ്. ഈ 2 സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ സവർണ ഹിന്ദുക്കൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അവിടെയാണ് വോട്ട് കുറഞ്ഞത്. ആ സവർണ ഹിന്ദുക്കൾ എന്തുകൊണ്ട് വോട്ട് ചെയ്യും? സവർണ ഹിന്ദുക്കൾ കൂടുതൽ അസോസിയേറ്റഡ് ആയിരുന്നത്, കൂടുതൽ സംഘമായിട്ട് ആദ്യകാലത്ത് കൂടുതൽ അസോസിയേറ്റഡ് അവരാണ്, സീനിയേഴ്സ് ആയിട്ടുള്ള.
അപ്പോൾ അവർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഇതാണ് സംഭവം. അതെന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ പോയില്ല ഇനി അടുത്ത് അന്വേഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് വാസ്തവമെങ്കിൽ പോലും എന്താ BJP എന്താ ഒരു ബാക്ക് ഫുട്ടിനാണ്. ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്ന ബാക്ക് ഫുട്ടിനാണെന്ന് ഫീൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫീല് അഡ്രസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പുതിയ പ്രസിഡന്റിനുണ്ട്. അതുകൊണ്ട് അത്ര ഈസി ആയിട്ടുള്ള ജോബ് ആയിരിക്കില്ല. വളരെ കാര്യമായിട്ട്, കാരണം മുമ്പുള്ള ആളുകൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല. ദേവേന്ദ്ര ഇദ്ദേഹത്തിന് നദ്ദയ്ക്ക് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയുള്ള ആൾക്ക് അതല്ല, നഷ്ടപ്പെടാനും ഉണ്ട്. പ്രതികൂലമായ സാഹചര്യങ്ങൾ ഏറെ ആണ്. അപ്പം അതുകൊണ്ട് അതിനൊക്കെ നേരിടാൻ ഉള്ള വിൽ പവർ ഉള്ള ഒരാളായിരിക്കും വരിക. അത് BJPയുടെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള താല്പര്യങ്ങളുമായിട്ട് ജിയോ സ്ട്രാറ്റജിക്കലായിട്ടുള്ള താല്പര്യങ്ങളായിട്ട് ഒത്തുപോകുന്ന ഒരാളായി. അതുകൊണ്ടാണ് ഞാൻ മുരളീധരൻ അതിലൊരു കാണുന്നത്. പിന്നെ BL സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. BL സന്തോഷം ഫഡ്നാവിസിനെ കൊണ്ട് വന്നതിൻ്റെ മാതിരി എവിടെയോ ഒരു അപ്രോച്ചിനെന്തോ പ്രശ്നം വന്നതെന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ BL സന്തോഷം ഓട്ടോമാറ്റിക്കലി ആവേണ്ട ഒരാളായിരുന്നു. കാരണം മോഡി അമിത് ഷായ്ക്ക് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആളായിരുന്നു BL സന്തോഷ്. അപ്പം ഇതൊക്കെയാണ് സ്ഥിതി. ഇനിയിപ്പോൾ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് തൽക്കാലം മാറി നിന്നുകൊണ്ട് രാജ്നാഥ് സിംഗ് വരുമെന്ന് നമുക്കറിയില്ല. മോഡി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ BJP പ്രതിപക്ഷത്ത് ഇരുന്ന സമയത്ത് ഗഡ്കരിയും രാജ്നാഥ് സിംഗും ആയിരുന്നു. അത് കഴിഞ്ഞ് നദ്ദയെ ഈ പറയുന്ന മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടാണ് BJP പ്രസിഡന്റ് ആക്കിയത്. ഈ രാജ്നാഥ് സിംഗ് വരുമെന്ന് പറഞ്ഞാൽ UP ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. RSS ആയിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ആൾ വരുമെന്ന് അറിയില്ല. അങ്ങനെ ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. അതെ, സാധ്യതകളാണ്. അതായത് ഈ നമ്മൾ എല്ലാ ഘടകങ്ങളിലും അംഗത്വ ക്യാമ്പയിൻ, ഓഗസ്റ്റ് ടു സെപ്റ്റംബർ അംഗത്വ ക്യാമ്പയിനാണ്. അത് കഴിഞ്ഞിട്ട് നവംബറിൽ ഈ പ്രാദേശിക ജില്ലാ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ജില്ലാ സംസ്ഥാന കൗൺസിൽ, കേന്ദ്ര കൗൺസിൽ തിരഞ്ഞെടുപ്പ്, തുടർന്ന് സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഇതെല്ലാം കൂടെ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വർഷം അവസാനത്തോടുകൂടി BJPയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കടന്നു പോയിട്ടാണ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അമിത്ഷായൊക്കെ നമുക്കറിയാം, അടുത്തത് അമിത്ഷാ വരും, പ്രസിഡൻ്റ് ആകും എന്നൊക്കെ ഉള്ള അത് അങ്ങനെ നിൽക്കുമ്പം വേറൊരാൾ, ഇപ്പം നമുക്ക് വേറൊരു പാർട്ടിയിലായാലും അടുത്ത ഇദ്ദേഹമായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ CPM-ലൊക്കെ ഇപ്പോൾ ഗോവിന്ദൻ മാഷൊക്കെ ഉള്ളൂ സർപ്രൈസ് ആയിട്ട് വന്നതെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ആളുകൾ പ്രതീക്ഷിച്ചു. പാർട്ടിയെ പറ്റി അറിയുന്ന ഞാനൊക്കെ പ്രതീക്ഷിച്ചു. ബാക്കി ഈ BJPയെ സംബന്ധിച്ച് അത്തരം ചില സർപ്രൈസുകൾ വരാം എന്നാണ്. അതെ, തീർച്ചയായും. അത് കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ BJPനെ അറിയുന്ന ആളുകൾക്ക് പോലും ഇപ്പം നമ്മൾ CPM-ൽ ഗോവിന്ദൻ മാഷ് ആവും നമുക്ക് അറിയാമായിരുന്നു, യെച്ചൂരി ആവും എന്ന് അറിയാമായിരുന്നു. യെച്ചൂരി ആവുമെന്നറിയാം. ഇപ്പോൾ CPI-യിൽ ഒന്നെങ്കിൽ ബിനോയ് വിശ്വം അല്ലെങ്കിൽ പ്രകാശ് ബാബു ആവും എന്ന് അറിയാമായിരുന്നു. ഇതൊന്നും അൺഎക്സ്പെക്റ്റഡ് അല്ല. പക്ഷെ ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം അത് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ മിനിസ്റ്റേഴ്സാണ്. അതിലിപ്പം ഇന്നിപ്പം പ്രധാനപ്പെട്ട ആളുകളിൽ പുറത്ത് നിൽക്കുന്നത് ഫഡ്നാവിസ് മാത്രമേ ഉള്ളൂ. അതായത് മഹാരാഷ്ട്രയിലെ മന്ത്രിസഭയുടെ ചുമതലയേ ഉള്ളൂ. അതെ, പൊതുവെ താരതമ്യം അദ്ദേഹം ഫ്രീ ആണ്. പക്ഷെ ഫഡ്നാവിസ് ഈ ഒരു പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറയുന്നത് കേട്ടു. ഇവരായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബേഴ്സൊക്കെ തന്നെ ഇങ്ങനെ ചില വിഷയങ്ങളുള്ളത്. അതായത് BL സന്തോഷ് ഈ പറയുന്ന പോലെ BL സന്തോഷ് എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം സൗത്ത് ഇന്ത്യക്കാരനാണ്. ഈ പറയുന്നതിൻ്റെ അതിരി എന്താണ് റോക്കിംഗ് സ്റ്റാർ ജനറൽ സെക്രട്ടറി എന്ന കാര്യം അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അതുപോലെ ഹരിയാനയിൽ അദ്ദേഹത്തിന് ഡിബക്കിൾ ഉണ്ടായി. അവിടെ ഇലക്ഷനും അതിൻ്റെ ഒരു റിപ്പക്കേഷൻ ലോക്സഭാ ഇലക്ഷനിലും ഉണ്ടായി. ഹരിയാനയും പിന്നോട്ട് പോയിട്ടുണ്ടായി. കർണാടകയിൽ യെദ്യൂരപ്പ ആയിട്ടുള്ള പ്രശ്നം മൂലം നിയമസഭാ ഇലക്ഷനിൽ വലിയ തിരിച്ചടി വന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിന് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ട് അവിടെയാണ് ഒരുപക്ഷെ നമ്മൾ മുരളീധരനെ പോലെ ആൾക്ക് വരാൻ സാധ്യത. കാരണം മുരളീധരൻ നല്ല പെർഫോമൻസ് കൂടെ കാഴ്ചവെച്ചു. പിന്നെ മുരളി ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ പണിയും നന്നായി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഏത് പണി നിങ്ങൾ മുരളിക്ക് ഏൽപ്പിച്ചു കൊടുത്താലും അത് സംസ്ഥാന പ്രസിഡന്റ് അന്നാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോഴാണ് പിന്നെ അതിനെ മറികടക്കുന്ന ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു വോട്ട് ഷെയർ വന്നത്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് വന്നത്. മുരളി മികച്ച പെർഫോമൻസ്, സംഘാടകനാണ്. BDJS-നെ അടർത്തി കൂടെ കൊണ്ടുവന്നു. കേന്ദ്രത്തിലാണെങ്കിൽ കൊടുത്ത വകുപ്പുകളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം, ആളുകളെ വെറുപ്പിക്കില്ല. ഇങ്ങനെയുള്ള ഗുണങ്ങൾ മുരളിക്കുണ്ട്. പിന്നെ മുരളി ഏറ്റവും വലിയ ഈ കേരളത്തിലുള്ള BJP-ക്കാർ മുരളി അസൂയത്തോടുകൂടി നോക്കിക്കാണുന്നത് ഈ ഹിന്ദി അറിയാവുന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അറിയുന്ന പോലെ ഇയാൾക്ക് നന്നായി ഹിന്ദി അറിയാം, ഇംഗ്ലീഷും അറിയാം. അപ്പം അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഡൗൺ ടു എർത്താണ് മുരളീധരൻ. അപ്പോൾ അതൊക്കെ മുരളീധരൻ അനുകൂല ഫാക്ടർ. അപ്പം അങ്ങനെ ആരെങ്കിലും ആവാം. തൽക്കാലം നമുക്ക് അണ്ണാമലയിനെ മാറ്റി നിർത്താൻ. അണ്ണാമലൈ പഠിക്കാൻ പോയി. അപ്പോൾ തൽക്കാലം അണ്ണാമലയിനെ മാറ്റി നിർത്താം. അല്ല, അണ്ണാമലൈ സാധ്യതയുള്ള ആളാണ്. പലരും അണ്ണാമലയുടെ പേര് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വർഷം ഒടുവിൽ രീതി അനുസരിച്ചിട്ട് ഇതുവരെ
ഇവരിങ്ങനെ ഈ പ്രസിഡന്റ്ഷിപ്പ് ഇങ്ങനെ മാറ്റി 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 കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ ഓരോ റീജിയണിലും ഇവരുടെ പ്രസിഡന്റ് വരുന്നതോടുകൂടി അവിടെ കുറച്ച് പാർട്ടി ശക്തിപ്പെടുമല്ലോ. അതാണ് ഇവരുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വരാനുള്ളത് പ്രധാനമായിട്ടും പിന്നെ ഒന്ന് കേരളം, തമിഴ്നാട് വണ്ണാന്തിര പോയി, മറ്റേ BL സന്തോഷിന് ഈ ഒരു പ്രശ്നം ഉണ്ടെന്നിട്ട് പിന്നെ ഇപ്പോൾ കേരളം ഒരു സ്ഥലമാണ്. ആന്ധ്രയിൽ നിന്ന് ഓൾറെഡി 2 പേര് വെങ്കായ ലക്ഷ്മണൻ ഇയാൾ വന്നല്ലോ, നമ്മുടെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു വന്നു. പിന്നെ ഇപ്പൊ ഹിമാചലായ റീജിയനിൽ നിന്ന് ഇദ്ദേഹം വന്നു, നദ്ദ വന്നു, ഗുജറാത്തിൽ നിന്ന് ഇദ്ദേഹം അമിത്ഷാ വന്നു, UP നിന്ന് രാജ്നാഥ് വരുന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് ആര് വരുന്നു, ഗഡ്കരി വന്നു. അപ്പോൾ റീജിയൻ വൈസ് നോക്കുമ്പോൾ ഇനിയിപ്പോൾ സൗത്തിൽ നിന്ന് കേരളം അല്ലെങ്കിൽ ബംഗാൾ അവർ ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ്. ആ ഏരിയ എന്നുള്ള ആരെങ്കിലും ആവാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.